പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ല മഴയായിരുന്നു. ഞാനും മോനും കൂടെ പിന്നെ കുറച്ച് നേരം സുറ പറഞ്ഞൊക്കെ അങ്ങ് ഇരുന്നു. അത് കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്നു. അമൃതം പൊടി ഉണ്ട് കുറുക്കുണ്ടാക്കാമെന്ന് കരുതി. അമൃതം പൊടി എന്ന് പറഞ്ഞാൽ നേഴ്സറിയിൽ നിന്ന് കിട്ടണ ന്യൂട്രീഷനാണ് കുഞ്ഞുമക്കൾക്ക് കിട്ടണ. കുഞ്ഞുമക്കൾക്കുള്ളവർക്ക് അറിയായിരിക്കും അമൃതം പൊടിയെക്കുറിച്ച്. അങ്ങനെ അത് വെച്ച് ഞാനാണെങ്കിൽ അവനൊരു കുറുക്കുണ്ടാക്കി വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നിട്ട് കുറുക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഉച്ചയ്ക്ക് എന്ത് ചെയ്യും എന്നാലോചിച്ചത്. നമ്മൾ നേരത്തെ എണീറ്റ കാരണം മീൻ വണ്ടി പോയി. അപ്പം ഉച്ചയ്ക്ക് എന്തായാലും മീനില്ല. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് മുട്ടയൊക്കെ ഇരുന്നു, സവാളയും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു റേഷൻ കടയിൽ അരി വെച്ച് ഒരു ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ അതിന് വേണ്ടി പെട്ടെന്ന് തന്നെ വലുതിട്ടൊന്നുമില്ല, തട്ടിക്കൂട്ട്. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല. നാട്ടിൻപുറങ്ങളിലൊക്കെ തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളില്ല, ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കുന്നതിനൊക്കെയാണ് തട്ടിക്കൂട്ടെന്ന് പറയുന്നത്. കഴിഞ്ഞൊരു കമൻറ്റ് കണ്ടായിരുന്നു തട്ടിക്കൂട്ടുന്ന എന്തെന്നൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത്. തട്ടിക്കൂട്ടെന്ന് വെച്ചാൽ എല്ലാ സാധനവും ഇല്ല, ഉള്ളതിനെ വെച്ച് ഉണ്ടാക്കുന്നതിനെയാണ് തട്ടിക്കൂട്ടെന്ന് ഈ നാട്ടിൻപുറത്തൊക്കെ പറയുന്നത്. ഗ്രാമത്തിലും നാട്ടിൻപുറത്തിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ ഈ ഭാഷകളൊക്കെ അറിയായിരിക്കും, പുറത്തോട്ടുള്ളവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളൊന്നും ഇല്ല, നമ്മളുള്ള സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി വെച്ചാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയത്. അങ്ങനെ കൊള്ളാമെന്ന് ചോദിച്ചാൽ കൊള്ളായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് റേഷൻ കടയിൽ അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയത്. അത് കുക്കറിലാണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ കുക്കറിലാക്കി. ഇത് മുട്ട റോസ്റ്റിന് വേണ്ടിയുള്ളതാണ് ഇത് ചെയ്യണത്. ശകലം വെള്ളം ഒഴിച്ചാണ് ഞാൻ കുറുക്കിയെടുക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെ നോർമലായിട്ട് തന്നെ ഉണ്ടാക്കിയത്, വേറെ പ്രത്യേകതയൊന്നുമില്ല. സാധാരണ രീതിയിൽ തന്നെ ഉണ്ടാക്കിയത്. ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ വേണമെങ്കിൽ പറയണേ, ഇടാമേ. ഈ തവണ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി നല്ല വേഗമുള്ളതായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ കിട്ടിയേക്കാളും ഈ തവണത്തെ റേഷൻ അരി കൊള്ളായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ ചോറല്ലേ കഴിക്കണം, ഒരു ദിവസമൊക്കെ ഇങ്ങനെ വെറൈറ്റി ഉണ്ടാക്കി നോക്കണം. അത് കുഞ്ഞുമക്കൾക്ക് ഇഷ്ടപ്പെടും. ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊടുത്താൽ മതി, കുഞ്ഞുമക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ അതിലേക്ക് വരട്ടി വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ നമ്മൾ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പം നമ്മൾ വാങ്ങണതും കഴിക്കുന്നതുമായ ബിരിയാണി പോലെ തന്നെയായി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ കാണും വരെ നന്ദി.